ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയായിട്ട് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കടലക്കറി നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഓരോ സ്ഥലത്തുള്ള കടലക്കറിക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ണൂർ ഭാഗത്ത് കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞാനിപ്പോൾ 2 കപ്പ് കടല ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇനി നമുക്കത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിടാം. ഇനി ഒരു വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ ഇതുപോലെ മുറിച്ചിട്ട് ചേർക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞളും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഈ കടല നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളമൊഴിക്കാം. എന്നിട്ട് കുക്കർ നന്നായിട്ട് മൂടി നമുക്കിനി ഇതിലേക്ക് വെയിറ്റ് വെക്കാം. എന്നിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 6 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഗ്യാസ് കംപ്ലീറ്റ് റിലീസ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അരപ്പുണ്ടാകാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് ജീരകവും, അതായത് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, അതും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഒരു ചെറിയൊരു ദോശമാവിൻ്റെ എല്ലാം ആ ഒരു പരുവത്തിലാണ് അത്രയും കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ അരവ് കിട്ടേണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഗ്യാസെല്ലാം റിലീസായിട്ടുണ്ട്. നമുക്കിത് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുള്ള കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്കിതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ വറക്കലാണ്. ഇതുപോലെ തേങ്ങ കൊത്ത് ചെറുതായിട്ട് റെഡിയാക്കിയിട്ട് നമുക്കതിൽ വറുത്തെടുക്കണം. നന്നായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്ത് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഈ ഒരു കളറ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് കായ്മുളക് ചേർക്കാം. കായ്മുളകും കൂടി ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇതെല്ലാം തയ്യാറാക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മളിതിലേക്ക് ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരണം. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർക്കാം. അത് അങ്ങനെ തന്നെ മൊത്തമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് കംപ്ലീറ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് നല്ല കറി കുറച്ച് ലൂസായിട്ടാണ് കറി വേണ്ടതെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണ്ടുന്നത്ര വെള്ളം ചേർക്കാം. പിന്നെ നന്നായിട്ട് തിളച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. നമ്മൾ പിന്നെ ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ, തിളച്ച വെള്ളം. ഇപ്പം നമ്മളിതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത്ര ഉപ്പ് ചേർക്കാം. ഈ കറിയിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ കറി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളയെല്ലാം വന്നിട്ടുണ്ട്. കടലക്കറി നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ രീതിയിൽ കടലക്കറി ഉണ്ടാക്കുമ്പോൾ. നമ്മളിതിൽ കുറച്ച് ഗരം മസാലയെല്ലാം ചേർക്കുമ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചില ആൾക്കാർ കടലക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളിയൊന്നും ചേർക്കില്ല, പക്ഷേ നമ്മൾ കുറച്ച് തക്കാളിയെല്ലാം ചേർത്തിട്ടാണ് കടലക്കറി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലോളം ബട്ടൺ സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാനിപ്പോൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.